2018 ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി, ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അതായത് കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു എറണാകുളത്ത് വന്നൊരു ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാനത് അറിയാൻ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പലപ്പോഴും ഒരുപാട് ട്രെയിനിങ്ങുകളുടെ ഒരുപാട് ആളുകളുടെ കൂടെ ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ ഒക്കെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തായാലും സംഭവം, ഇത് നമുക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആ ഒരു സമയത്താണ് ഞാൻ ആ ഒരു പുള്ളിക്കാരനെ ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആർക്കായാലും ഇതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. പർട്ടിക്കുലർലി ഇതൊരു മാർക്കറ്റിംഗ് ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊരു മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ആ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു അപ്ലൈ എന്നൊക്കെ പറയാം, അദ്ദേഹവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവർ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ എൻ്റെ മുന്നിൽ വെച്ചു. പേസ്റ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേസ്റ്റ്, സോപ്പ്, അതുപോലെ തന്നെ ഹെയർ ഓയിൽ, ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ പ്രൊഡക്റ്റ് നമുക്കധികം പരിചയമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ്, പക്ഷെ നല്ല നമ്മുടെ ഈ പുറത്തു നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പാക്കേജിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഇൻട്രസ്റ്റ് തോന്നി, പ്രൊഡക്റ്റുകൾ ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പ്ലാൻ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ആകെ ആ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കുക, എന്നിട്ടത് നമ്മളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്കും സ്വന്തമായിട്ടും വാങ്ങിച്ച് ഉപയോഗിക്കുക, അവരിലേക്ക് ഉൽപ്പന്നം എത്തിച്ച് അവർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് നമ്മൾ ത്രൂ ഒരു സെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു തുക കൊടുത്തിട്ട് ഉൽപ്പന്നം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ആ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എനിക്ക് കിട്ടി. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ 5 ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയ എലമെൻറ്റ്സ് വെൽനെസ്സും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ എന്നീ 2 പ്രീമിയം ബ്രാൻഡുകളും, അതുപോലെ ആഹാർ, ന്യൂ സ്റ്റാർ, ഇന്ത്യ ഗ്രോ എന്നൊക്കെ പറയുന്ന മറ്റു ബ്രാൻഡുകൾ, സബ് ബ്രാൻഡുകളും ഉണ്ടായിരുന്നു. ഇതിൽ പ്രീമിയം ബ്രാൻഡുകൾ സൂചിപ്പിച്ച പോലെ എലമെൻറ്റ്സ് വെൽനെസ്സും ഓൺ ആൻഡ് ഓൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ പേസ്റ്റൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. പേസ്റ്റ് നമ്മുടെ ഫാദറിനൊക്കെ പേസ്റ്റ് കുറച്ച് ഷുഗറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല മൗത്ത് ഓർഡർ, അത് വായിനറ്റമുള്ള പ്രശ്നങ്ങളും മോണൽ വേദനയും പല്ലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് പെട്ടെന്ന് മാറ്റം കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി അവിടെ ശരിക്കും മനസ്സിലായി, ഉൽപ്പന്നത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം എന്നോട് ഒരുപാട് മീറ്റിങ്ങുകളിലും അവരുടെ ഇവൻറ്റുകളിലൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ ഇവൻറ്റുകളിൽ പങ്കെടുത്തു. അവരുടെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം FSS, അതുപോലെ തന്നെ അങ്ങനെ RTP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള മൾട്ടിപ്പിൾ ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത സമയത്ത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിലൂടെ വിജയിച്ച ആളുകളുടെ കഥകൾ, അവർ വിജയിച്ച് വന്നത്, അവർ ഇന്ന് വാങ്ങിക്കുന്ന ആ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ സാലറി, ആ ഒരു വരുമാനം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാദോരാതെ സംസാരിക്കുന്ന പ്രോഗ്രാമുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുത്ത് പിന്നെ നമ്മൾ അടുത്ത ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അവസരം നമ്മുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റുകൾ എത്തിക്കണം, ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റുകൾ എത്തിക്കണം. നല്ലൊരു കസ്റ്റമർ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വലിയ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വലിയൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ പതിയെ തുടങ്ങി. പക്ഷെ അതിലും ആസ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ലിസ്റ്റ് ഇടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. ലിസ്റ്റ് ഇടാൻ പറഞ്ഞ സമയത്ത് നമുക്ക് ഓൾറെഡി എൻ്റെ മനസ്സിൽ കുറച്ച് മുൻധാരണകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ന ആളുകൾ ഈ ഒരു ഉൽപ്പന്നം എടുക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവരെ പേര് എഴുതണ്ട, കാരണം അവർ കമ്പാരിറ്റീവ്ലി അവർ അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന ഇതിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരങ്ങനെ
ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വാങ്ങിക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെയുള്ളൊരു മുൻധാരണയോട് കൂടി, ഞാൻ പരിചയപ്പെടുത്തില്ല അവർ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യത്തില്ല എന്നുള്ള മുൻധാരണയോട് കൂടിയിട്ടാണ് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലിസ്റ്റ് ഇട്ടു. എനിക്ക് തോന്നുന്നു ഒരു 100 ആളുകളെ പേര് പോലും ഞാൻ ഈ മുൻധാരണയോട് കൂടിയിട്ട് ലിസ്റ്റ് ഇട്ടത് കൊണ്ട് എനിക്ക് ആളുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അവർ നമ്മുടെ ലീഡേഴ്സ് നമ്മൾ അപ്ലൈൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു 1-2 എനിക്ക് തോന്നുന്നു ഒരു ഹോം മീറ്റിംഗ് വെക്കാൻ പറ്റി. പക്ഷെ എന്നാലും ആ ഹോം മീറ്റിങ്ങിൽ ഒരു 1-2 ഉൽപ്പന്നം ആളുകൾ വാങ്ങിച്ചു എന്നല്ലാതെ അവരതിൽ അസോസിയേറ്റ് ചെയ്യുകയുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പിന്നെയാണ് നമുക്കൊരു മറ്റൊരു സുഹൃത്തുക്കൾ ഒരു ഹോം ഷോപ്പ് എന്നൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതായത് ഞാൻ കൊടുത്ത ഡിസ്ട്രിബ്യൂഷിപ്പ് കൊണ്ട് ഒരു വ്യക്തി കുറച്ച് ബൾക്കിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് തൻ്റെ വീടൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിട്ട് അവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ വാർഡ് മെമ്പറായിരുന്നു അന്ന് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങുകളാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എങ്ങനെ ഒരാളിലേക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടെ വലിയ ലീഡേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. അത് ട്രെയിനിങ്ങുകൾ എടുക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത് ഈവൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഈ ഇമ്പ്രൂവ്മെൻറ്റ് മോട്ടിവേഷൻ പോലുള്ള അത്തരം ട്രെയിനിങ്ങുകൾ എടുക്കാൻ താല്പര്യം ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മേഖലയാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ്. കാരണം ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഈവൻ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മേഖലയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു സെയിൽ നടന്നു. ഇപ്പോൾ ഈ സെയിലുകളൊക്കെ നടക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അറിയാം, അല്ലാത്ത ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ ഓർഗനൈസേഷൻ 1ലും 2ലും കച്ചവടം നടന്നു കഴിഞ്ഞാൽ മാത്രം ഈ ആളുകൾ ഇങ്ങനെ റാൻഡംലി കയറുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ആളുകൾ നമുക്ക് ഒന്നാമത് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആയതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഒരാളുടെ പേര് എഴുതിയിട്ട് ഒരു ഡമ്മി പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് അവരുടെ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യും. അവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ കച്ചവടം ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളെ നമ്മൾ കസ്റ്റമറായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളെ അവർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ തയ്യാറാകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് നമ്മൾ ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തിട്ട് വരുമാനം വന്നു തുടങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഉൽപ്പന്നം സെയിൽ നടന്നാൽ മാത്രമേ വരുമാനമുള്ളൂ. ഇവിടെ വെറുതെ ആൾ വന്നതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് ഉൽപ്പന്നം കൃത്യമായിട്ട് സെയിലാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉൽപ്പന്നത്തെക്കുറിച്ച് ഇങ്ങനെ ബഹാദൂറായത് പറഞ്ഞല്ലോ. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ചാനൽ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, എലമെൻറ്റ്സ് വെൽനസ് ഓൺ ആൻഡ് ഓൺ വരുന്ന ബ്രാൻഡുകളിൽ ഒരു കൂടുതൽ ഉൽപ്പന്നങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ആയുഷ് പ്രീമിയം നമുക്കറിയാം ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന ആ ഒരു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചികിത്സാ രീതികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന പരമോന്നതമായിട്ടുള്ളൊരു അംഗീകാരമാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഈ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഒട്ടും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. മാക്സിമം നമ്മൾ ഈ ഒരു ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കുക, അവരെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു സെക്കൻഡറി ഇൻകം, ഒരു പാസീവ് ഇൻകം നമുക്കിതിൽ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ഇൻകം ഇതിൽ നമുക്ക് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയിൻ ഇൻകം ആയിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പാസീവ് ഇൻകം ആയിട്ട് മാർക്കറ്റിങ്ങിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഒരു സൈഡ് ഇൻകമായിട്ടൊക്കെ ഈ ഒരു മേഖലയെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു വർഷം ഏകദേശം കഴിയാറായി. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആ ഒരു സമയത്ത് ഞാൻ പറയാം 2018 പിക്കപ്പ് സെൻറ്ററുകൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള സെൻറ്ററുകൾ വളരെ കുറവായിരുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ മാക്സിമം 1-2 സെൻറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ ഒരു സമയത്ത് ഒരു സെൻറ്റർ ഉണ്ടായത് കണ്ണൂർ ഒണ്ടേൻ റോഡിലായിരുന്നു. നമ്മൾ മിക്കവാറും അവിടെ പോകാറുണ്ടായിരുന്നു, ഉൽപ്പന്നങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. നമുക്കൊരു
ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ID കിട്ടുമല്ലോ, ID എഴുതി കൊടുത്ത് അതിൽ ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് പൈസ കൊടുത്ത് നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പം നമ്മൾ എൻ്റെ ഒരു അപ്ലൈനും അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊരു 10-18 ആൾക്കാർ, കൃത്യ ആളുകളുടെ എണ്ണം എനിക്ക് ഓർമ്മയില്ല, നമ്മളെല്ലാവരും കൂടിച്ച് നമ്മുടെ നാട്ടിൽ ഒരു PUK സെൻറ്റർ ഇടാൻ തീരുമാനിച്ചു. അതായത് ആ ഒരു സെൻറ്ററിനാണ് നമ്മൾ ഇട്ട പേരാണ് എലമെൻറ്റ്സ് വെൽകെയർ എന്ന് പറയുന്നത്. ആ ഒരു പേര് തന്നെയാണ് ഈ ഒരു ചാനലും. അങ്ങനെ 2019 ഫെബ്രുവരി മാസം ആണ് നമ്മൾ ഈ ഒരു കമ്പനിൻ്റെ ഈ ഒരു PUK സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യാൻ വന്നത് PK ശ്രീമതി ടീച്ചറായിരുന്നു. മാമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മെമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഗ്രാജുവലി നമുക്ക് പിക്കപ്പ് സെൻ്ററൊക്കെ ഇപ്പോൾ പയ്യന്നൂർ ഏരിയയിൽ നിന്നൊക്കെ, കുറച്ച് ദൂരം നിന്നുള്ള ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മുടെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് തന്നെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പറ്റും. അവരുടെ ID തന്നെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളിവിടെ റീസ്റ്റോക്ക് ചെയ്യും. ആ രീതിയിലായിരുന്നു നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെയൊക്കെ പ്രൊഡക്റ്റ് നമ്മളുടെ ആ ഒരു സ്റ്റോക്കിൽ അവിടെ അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിലാണ്. ഇന്ന് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് മാറിയിട്ടുണ്ട്. അന്നത്തെ പ്രൈസിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരു ഹയറിങ് നടത്തി, കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളവിടെ ഹയറിങ് നടത്തി. അതായത് ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ അവർക്ക് കൊടുക്കും, അവർ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസും കാര്യങ്ങളും കൊടുക്കണ്ട, നമ്മൾ തന്നെ ഉൽപ്പന്നങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന കമ്മീഷൻ്റെ ഒരു പോർഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ, ആ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്തു. അങ്ങനെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് അടിച്ചു കൊടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ മാറുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഗ്രാജുവലി ഏകദേശം 1 വർഷം ആവാനാകുമ്പോഴേക്കും നമ്മൾ റിയലൈസ് ചെയ്ത് നമുക്ക് ഇതൊരു ഷോപ്പിട്ട് ചെയ്യുന്നൊരു കച്ചവട സിസ്റ്റം അല്ല ഇത്. കാരണം ഒന്നാമത് ഈ ഉൽപ്പന്നങ്ങൾക്ക് വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഒരു രീതിയിലും ജനങ്ങൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടി ചാൻസ് ഇല്ല. അത് അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഇറങ്ങി നമ്മളുടെ കമ്മ്യൂണിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം എത്താത്ത ഏരിയകളിൽ പോയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു സ്ഥാപനം ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തു. ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥാപനം അവിടെ തൽക്കാലമായി ഷട്ട് ഡൗൺ ചെയ്തു. കാരണം ഇത് നേരിട്ടുള്ള വിപണനം ആയതുകൊണ്ട് തന്നെ, ഡയറക്റ്റ് സെല്ലിംഗ് പേര് തന്നെ ഉണ്ടല്ലോ, നേരിട്ടുള്ള വിപണനം ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തു.